രാത്രിയിലാണ് ഇവിടുന്ന് ആടുകളെ കയറ്റിക്കൊണ്ട് പോകുന്നത്. ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞു കാണും. ഇപ്പോൾ ഇവിടെ ആടിനെ വണ്ടിയെ കയറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ രാജസ്ഥാൻ അജ്മീർ പുഷ്കറിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് അന്യ സംസ്ഥാന ആടുകളെ കേരളത്തിൽ കൊണ്ട് വളർത്താനും അതേപോലെ മീറ്റ് പർപ്പസിനായിട്ടുള്ള ആടുകളൊക്കെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അന്യ സംസ്ഥാനത്തു നിന്ന് ആടുകളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടത്, അതിനെ എങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണം, അതിന് എന്തെല്ലാം പേപ്പറുകളാണ് റെഡിയാക്കേണ്ടത്, എങ്ങനെ അതിനെ തൂക്കി വാങ്ങിക്കേണ്ടതും ഒക്കെ വളരെ വിശദമായിട്ട് നമ്മളത് കൊണ്ടുവരുന്ന രീതിയും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോ കൂടി പങ്കുവെക്കുന്നുണ്ട്. വളരെയധികം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തി ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് നൽകണം. കാരണം ഒരുപാട് മലയാളികൾ അന്യ സംസ്ഥാനത്തിലേക്ക് വന്ന് പറ്റിക്കപ്പെടുകയാണ്. പലതരത്തിലുള്ള ബിസിനസ് ചെയ്ത് ജീവിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് കുറേ ആൾക്കാരൊക്കെ ആട് വളർത്തൽ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നല്ല ആടുകളെ എവിടെ കിട്ടും, ഇറച്ചിക്കായിട്ടും വളർത്താനായിട്ടും ഒക്കെ ആടുകളെ എവിടെ കിട്ടുമെന്ന് അന്വേഷിക്കുമ്പോൾ എല്ലാവരും ചെന്നെത്തുന്നത് രാജസ്ഥാൻ, പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബന്ധമില്ലാതെ ഇവിടേക്ക് വന്നിട്ട് പല ചതിക്കുഴികളിലും പോയിപ്പെട്ടു ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ കാണുമ്പോൾ വളരെ അധികം വിഷമം തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിന്നെയും നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം വീഡിയോ. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പരസ്യങ്ങൾ കണ്ടും നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് അവരിലേക്ക് അയച്ചു കൊടുത്ത് ആടുകൾ കേരളത്തിലേക്ക് എത്തിച്ചു തരാം എന്ന മോഹന വാഗ്ദാനങ്ങൾ കണ്ട് നിങ്ങൾ ഒരിക്കലും ആടെടുക്കാൻ തയ്യാറാകാതിരിക്കുക. കാരണം ഒരുപാട് പേരുടെ സാമ്പത്തികം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പലരും ഇത് വെളിയിൽ പറയാൻ തയ്യാറാകുന്നില്ല. നമ്മൾ തന്നെ ഒരു 3-4 വീഡിയോ നിങ്ങളിലേക്ക് ചെയ്തിട്ടുണ്ട്. പലവരിലേക്കൊക്കെ അത് എത്തി, എല്ലാവരിലേക്കൊന്നും അത് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ പരസ്യങ്ങൾ കണ്ടിട്ട് ആട് ബിസിനസ് ചെയ്യാൻ തയ്യാറാകരുത്. നേരിട്ട് പോയി നമ്മുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ തന്നെ നല്ല പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആടുകളെ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്. പല എണ്ണത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ആടുകളുണ്ട്. 200, 250, 300 ആടിനെ കൊണ്ടുവരാൻ പറ്റുന്ന വലിയ വണ്ടികളിലാണ് ആടുകളെ കൊണ്ടുവരുന്നത്. എണ്ണത്തിൽ കൂടുതൽ ആടുകളെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ലാഭകരമായിട്ട് ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വണ്ടി എന്ന് പറയുമ്പോൾ ഏകദേശം 250 ആടുകളെ കൊണ്ടുവരാൻ പറ്റുന്ന വലിയ വണ്ടിയാണ്. മുകൾ ഭാഗത്ത് ഇതിന് കൊടുക്കാൻ പറ്റുന്ന തീറ്റകളൊക്കെ കരുതുകയാണ്. താഴ്ഭാഗത്തായിട്ടാണ് ആടിനെ കയറ്റുന്നത്. താഴെ മുകളിലും ആടിനെ കയറ്റും. താഴ്ഭാഗത്ത് നല്ല കട്ടിക്ക് ചിന്തേരുപൊടി ഇട്ടേക്കുകയാണ്. ഈ ചിന്തേരുപൊടിയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നല്ല ലോങ്ങിലുള്ള വണ്ടിയാണ്. ശരിക്കും ആടുകളെ താഴ്ഭാഗത്ത് കയറ്റാം. പോരാത്തത് മുകളിലും നമുക്ക് കയറ്റാൻ പറ്റും. ഇത് മോൾ ഭാഗമാണ് നമ്മൾ കാണുന്നത്. മോൾ ഭാഗത്തൊക്കെ ആടിനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി താഴ്ഭാഗത്ത് ആടിനെ ഫില്ല് ചെയ്യണം. അപ്പോൾ ആ ആടുകളാണ് തൊട്ടപ്പുറത്ത് നമ്മൾ കാണുന്നത്. രാത്രികാലങ്ങളിലാണ് കൂടുതൽ ഇവിടെ ആടുകളെ ലോഡ് ചെയ്യുന്നത്. വെയിലൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ ആഹാരമൊക്കെ കൊടുത്തിട്ട് രാത്രിയിലാണ് ഇവരെ ഒരുപാട് ദൂരങ്ങളിൽ കൊണ്ടുപോകാനുള്ള ആടുകളെ കയറ്റുന്നത്. ഇപ്പോൾ താഴെ കാണുന്ന ആടുകളൊക്കെ നമുക്കിനി ഈ വണ്ടിയുടെ താഴ്ഭാഗത്ത് കയറാനുള്ളതാണ്. ഏകദേശം 250 ആടുകൾ കേരളത്തിലേക്ക് വരുന്ന ആടുകളാണ്. അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്ത് വരുന്നുണ്ട്. കാരണം എവിടെയൊക്കെ ഇറക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ യാത്രാ രീതികളൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ ഈ തവണ ഇവരോടൊപ്പം യാത്ര ചെയ്യുക വരികയാണ്. അപ്പോൾ ആടിനെ കയറ്റുന്ന രീതി ഇതാണ്. ഇപ്പോൾ 2 പേര് നിന്നിട്ട് ആടുകളെ എടുത്ത് ആദ്യം വണ്ടിയുടെ തട്ടിൻ്റെ മുകളിൽ കയറ്റും. അവിടെ ഫില്ലായി കഴിയുമ്പോൾ വണ്ടിയുടെ താഴ്ഭാഗത്തോട്ട് കയറ്റിയിട്ടാണ്. ഒരു വണ്ടിയിൽ 2 ജോലിക്കാരുണ്ടാവും എപ്പോഴും. 2 ഡ്രൈവർമാരും 2 ജോലിക്കാരും, അങ്ങനെ 4 പേരാണ് ഒരു വണ്ടിയിൽ വരുന്നത്. ഈ പ്രാവശ്യം അഡീഷണൽ നമ്മളുണ്ട്. അപ്പം മൊത്തം 5 പേരാണ് നമ്മുടെ വണ്ടിയിൽ യാത്ര.
അപ്പോൾ ഏകദേശം 250 ആടുകളുമായി നമ്മൾ ഇവിടുന്ന് യാത്ര തിരിച്ചു. ഒന്നാമതായി ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ പ്രധാനമായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇതിന് മാർക്കറ്റ് ഉണ്ടോ എന്ന് വിലയിരുത്തണം. നമ്മുടെ സ്ഥലത്ത് ഇറച്ചി ആടുകൾക്ക് ആവശ്യക്കാരുണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും നമുക്ക് ലാഭവും നഷ്ടവും ഉണ്ടാകുന്നത്. വെറുതെ എല്ലാവരും നമ്മൾ ആട് ബിസിനസ് ചെയ്യുന്നു, നമുക്കും അന്ന് ആ ബിസിനസ് ചെയ്ത് കളയാമെന്ന് കരുതിയിട്ട് നമ്മളൊരു കുറച്ച് ലക്ഷക്കണക്കിന് രൂപ മുടക്കി രാജസ്ഥാനിൽ നിന്നൊക്കെ ആടുകളെ കൊണ്ടുവന്നിട്ട് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലെ കിടന്നു പോകത്തേ ഉള്ളൂ. അത് സെയിൽ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ട് വരും. ആടുകൾ ക്ലൈമറ്റ് മാറുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളും മറ്റു കാരണങ്ങളുണ്ട്, ആടുകൾ മരണപ്പെടും. അപ്പം മാർക്കറ്റിൻ്റെ സ്രോതസ്സ് എപ്പോഴും മനസ്സിലാക്കിയിട്ട് മാത്രമേ ഈ ബിസിനസ്സിലേക്ക് തയ്യാറാകുകയുള്ളൂ. കുറഞ്ഞ വർഷം ആട് പരിപാലനമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരുപാട് പേര് പലരും പ്രവാസികളായിട്ടുള്ളവരും സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ റിട്ടയർഡ് ചെയ്യുമ്പോഴുമൊക്കെ അവർ തിരഞ്ഞെടുക്കുന്നത് ആട് വളർത്തലും ആട് ഫാമും ആട് കച്ചവടം ഒക്കെയാണ്. ഇതിൽ നിന്ന് വലിയ ലാഭം ഉണ്ടാക്കാമെന്നുള്ളൊരു തെറ്റിദ്ധാരണയോട് കൂടിയാണ് പലരും ഈ രംഗത്തേക്ക് വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ കുറഞ്ഞ പക്ഷേ നമ്മൾ ബേസിക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും പഠിച്ചിട്ട് ഈ ബിസിനസ്സിന് ചെയ്യാനായിട്ട് തയ്യാറാകുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സമ്പത്ത് ഒരുപാട് നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകും. കാരണം ഒരുപാട് പേരെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് നമ്മൾ പറയുന്നത്. ഈ ബിസിനസ് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. ജീവൻ വെച്ചുള്ള പോരാട്ടമാണ്. 5 ദിവസത്തെ യാത്രയാണ് നമ്മുടെ കേരളത്തിലേക്ക് എത്താനായിട്ട് വേണ്ടത്. മറ്റൊന്ന്, നമ്മൾ രാജസ്ഥാനിലേക്കൊക്കെ ചെന്നിട്ട് അവിടുത്തെ വിലയൊക്കെ ബാർഗെയിൻ ചെയ്ത് നമ്മൾ വില കുറച്ചൊക്കെ വാങ്ങി കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ലാഭകരമാക്കി ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത്. 180, 200, 250, 300, 320 ആ റേഞ്ചിലൊക്കെ നമുക്ക് പലയിടത്തും പല വിലയാണ്. നമുക്ക് തൂക്കി വാങ്ങാനായിട്ട് പറ്റുന്ന ആടുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മുടെ റിസ്കിൽ തന്നെ നമ്മൾ പോയി അതൊക്കെ കണ്ട് മനസ്സിലാക്കി ബാർഗെയിൻ ചെയ്ത് നമ്മുടെ പ്രസൻസിൽ തന്നെ ആടുകളെ തൂക്കി വാങ്ങി വണ്ടി ലോഡായി കഴിയുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്ന രീതിയാകാവുള്ളൂ. മുൻകൂർ പൈസ കൊടുത്ത് ഒരു കച്ചവടത്തിന് നിങ്ങൾ തയ്യാറാകാതിരിക്കുക. കാരണം ഇവിടെ ഒരുപാട് പറ്റിപ്പ് നടക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരുപാട് മലയാളികളുടെ ക്യാഷ് പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ്സിനൊക്കെ തയ്യാറാകുക. കുറച്ച് പ്രവൃത്തി പരിചയമൊക്കെ ഉള്ളവരാണെങ്കിൽ കൂടെ കൂട്ടിയാൽ നല്ലതായിരിക്കും. അവരെയൊക്കെ വെച്ചിട്ട് ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് സംരംഭങ്ങളിലൂടെയും ബിസിനസ്സിൽ കൂടിയും നമുക്ക് വളർന്നു വരാൻ സാധിക്കുകയുള്ളൂ. കർഷകർക്കായാലും സംരംഭകർക്കായാലും എല്ലാം തന്നെ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ ചെയ്യണം. സാമ്പത്തിക നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ലോഡ് കേരളത്തിലേക്ക് എത്തുന്നത് ആദ്യം നമ്മൾ രാജസ്ഥാനിലെ മലയാളി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആദ്യമേ ഒരു ഡിസ്കസിന് ഉറപ്പിച്ചു. പിന്നെ നമുക്ക് എത്ര എണ്ണമാണോ നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത് അത് പറഞ്ഞു. അവർ അതിനനുസരിച്ച് പർച്ചേസിങ് നടത്തി. നമ്മൾ കുറച്ച് ദിവസം അവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പർച്ചേസിങ് ഒക്കെ നടത്തി. ഡോക്ടർ വന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ്, ഫിറ്റ്നസിൻ്റെ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി അവർ തന്നു. അപ്പോൾ വണ്ടിയൊക്കെ തന്നെ ഫാമുകാർ ബുക്ക് ചെയ്തു. വണ്ടിയുടെ റേറ്റും ഒക്കെ പറഞ്ഞു നമ്മൾ ഉറപ്പിച്ചു. കൃത്യമായിട്ട് നമ്മുടെ പ്രസൻസിൽ തന്നെ അവർ ആടുകളെ എല്ലാം തൂക്കമെടുത്തിട്ട് ആ തൂക്കത്തിൻ്റെ അനുസരിച്ചുള്ള പൈസ അവർക്ക് കൊടുത്തിട്ട് നമ്മൾ തന്നെ അവിടുന്ന് തൂക്കി വാങ്ങി നമ്മൾ തന്നെ വരികയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്ത രീതി. അതുകൊണ്ട് യാതൊരു വിധമായ പറ്റിപ്പിനുള്ള ഇടയില്ല. നമ്മൾ പറഞ്ഞ സാധനം, നമ്മൾ പറഞ്ഞ എണ്ണം, നമ്മൾ പറഞ്ഞ റേറ്റിലുമൊക്കെ നമുക്ക് അവർ സാധനം തന്നു. അങ്ങനെ നമ്മൾ വരികയാണ്. ഈ വരുന്ന വഴിയിലൊക്കെ നമുക്ക് ഏകദേശം 4 ദിവസം 5 ദിവസം എടുക്കും നമുക്ക് യാത്ര നാട്ടിലെത്താനായിട്ട്. അപ്പോൾ എല്ലാ ദിവസവും ആടുകളെ ഇറക്കേണ്ട ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 2 ജോലിക്കാരെ വണ്ടിയിൽ കരുതി വരുന്നത്. അപ്പോൾ ആടുകളെ ഇറക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ആദ്യത്തെ ദിവസം പിന്നിട്ട് ഇവിടെ വന്ന് അപ്പോൾ ആടുകളെല്ലാം ഇവിടെ ഇറക്കി ഇത് തീറ്റും വെള്ളമൊക്കെ കൊടുത്ത് ഒരു 5-6 മണിക്കൂർ നമ്മൾ ഇവിടെ ഇട്ടതിന് ശേഷമാണ് വീണ്ടും നമ്മളിതിന് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മറ്റു വണ്ടികളും ഒരുപാട് വണ്ടികൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പല പല സ്ഥലത്തേക്ക് കയറിപ്പോകുന്ന ഒരുപാട് വണ്ടികൾ ഇവിടെ വരാറുണ്ട്. അപ്പം ഇവിടെ അതിനനുസരിച്ചുള്ള ജോലിക്കാരുണ്ട്. നമ്മുടെ ആടുകളെ കൃത്യമായിട്ട് എണ്ണമെടുത്ത് കൃത്യമായിട്ട് ഇറക്കി ഒരു ഷെൽട്ടറിലേക്ക് മാറ്റി അതിന് തീറ്റ വെള്ളമൊക്കെ കൊടുക്കാൻ ഇവിടെ ആളുണ്ട്. എന്നിട്ട് കൃത്യമായിട്ട് തന്നെ അവരെ എണ്ണി തന്നെ നമ്മുടെ വണ്ടിയിൽ തിരിച്ച് ലോഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രവൃത്തി നമ്മൾ 5 ദിവസവും നമ്മുടെ നാട്ടിലെത്തുന്ന 5 ദിവസവും നമ്മൾ ചെയ്യാറുണ്ട്. ആടുകൾക്ക് ക്ഷീണം ഉണ്ടാകാതിരിക്കാൻ അതിനുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടി കയറ്റുന്നത് കണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ കരുതിയാണ് നമ്മൾ നാട്ടിലേക്ക് വരുന്നത്. ഇത്രയും ആടുകളെ വാങ്ങാനായിട്ട് മുൻകൂർ നമ്മൾ ക്യാഷ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ കുറച്ച് പൈസ അഡ്വാൻസ് കൊടുത്തിട്ട് അവിടെ താമസിക്കുകയാണ് ചെയ്തത്. അവർ ആടുകളെല്ലാം പർച്ചേസ് ചെയ്ത് എല്ലാം തൂക്കമെടുത്ത് നമ്മുടെ വണ്ടിയിൽ ലോഡ് ചെയ്ത് ഡോക്ടർ സർട്ടിഫിക്കറ്റൊക്കെ തയ്യാറാക്കി എല്ലാം കൃത്യമാക്കി തന്നതിന് ശേഷമാണ് ഫുൾ സെറ്റിൽമെൻറ്റ് നമ്മൾ നടത്തിയത്. അപ്പോൾ അങ്ങനെ ആകാവുള്ളൂ. എല്ലാം മുറുകെ പൈസ കൊടുത്തിട്ട് ഒരു പരിപാടിക്കും നമ്മൾ നിൽക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കൃഷിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഈ രാജസ്ഥാൻ, അജ്മീർ, പുഷ്കർ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ. കാരണം ആടുകളുടെ വളരെ വലിയൊരു ലോകമാണ് ഇവിടെ.
10ൽ കൂടുതൽ ബ്രീഡുകൾ തന്നെ ഇവിടെ ഉണ്ട്. ഒരുപാട് ആടുകളുണ്ട് ഇവിടെ. കാരണം ഇവരുടെ ഉപജീവനത്തിൻ്റെ, ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് കൃഷി എന്ന് പറയുന്നത്. അത് ആടുകൾ മാത്രമല്ല, പശു, എരുമ, പോത്ത്, ഒട്ടകം, കുതിര തുടങ്ങി നിരവധി ജീവജാലങ്ങളെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. ഈ ആടുകളെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ബിസിനസ് നടത്തി പല പ്രാവശ്യം ഇത് ചെയ്ത് ഇതിൻ്റെ വിജയവും പരാജയവും ഒക്കെ മനസ്സിലാക്കി വീണ്ടും വീണ്ടും ഇത് തുടർച്ചയായിട്ട് ചെയ്യുന്നവരാണ് ഈ ഒരു മേഖലയിൽ കുറച്ച് ലാഭകരമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരുപാട് പേര് ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആടുകളെ കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് ബിസിനസ് നടത്തി വലിയ ലാഭം ഉണ്ടാക്കാമെന്നൊക്കെ പലരും ധരിച്ച് ചെയ്തിട്ടുണ്ട്. പലരും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പലരും ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ചെയ്തിട്ട് നിർത്തിയിട്ടുണ്ട്. പക്ഷേ പിന്നെയും ഇത് ചെയ്ത് മുന്നോട്ട് വന്ന് ഇതിൻ്റെ വിജയപരാജയങ്ങളൊക്കെ മനസ്സിലാക്കിയവരാണ് ഇന്ന് നിലനിന്ന് നമ്മുടെ നാട്ടിൽ ഈ ഒരു ആട് ബിസിനസ് ചെയ്യുന്നത്. കാരണം ആടുകളെ എത്ര കണ്ട ആടുകളെ വാങ്ങാനാലും ഇവിടെ വന്നാൽ നമുക്ക് കിട്ടും. പക്ഷേ വളരെ സൂക്ഷിച്ചും കൈകാര്യം ചെയ്യണമെന്ന് മാത്രം. ഇത് വേറൊരു സ്ഥലത്ത് ആടുകൾ വന്ന് വീണ്ടും ഇറങ്ങുകയാണ്. ഇവിടെ നോക്കാനും ഒക്കെ ആൾക്കാരെല്ലാം ഉണ്ട്. കൃത്യമായിട്ട് എല്ലാം ഇറങ്ങി ക്ഷീണമൊക്കെ മാറ്റി ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് തിരികെ കയറുന്നത്. കാരണം ഇത്ര ദിവസത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ ആടുകൾക്ക് യാത്രാ സ്ട്രെസ് ഉണ്ടാകും, അവരുടെ വെയിറ്റ് കുറയും, അവർക്ക് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ മുൻകരുതലുകളൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ ഇതുമായിട്ട് വരാനായിട്ട്. നാട്ടിൽ വന്നാൽ തന്നെ മാർക്കറ്റിൻ്റെ സ്രോതസ്സ് കണ്ടുപിടിച്ച് വെക്കണമെന്ന് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ. അപ്പം നമ്മുടെ നാട്ടിലെത്തിയാൽ തന്നെ അധികം ദിവസങ്ങൾ നിൽക്കാതെ തന്നെ പെട്ടെന്ന് ആവശ്യക്കാരിലേക്ക് ഈ സാധനങ്ങളെത്തി അത് മീറ്റായിട്ട് മാറ്റപ്പെടണം. ഇത് കട്ടിങ് പർപ്പസിന് കൊണ്ടുവരുന്ന ആടുകളുടെ കാര്യമാണ് ഞാനിവിടെ വളരെ വിശദമായിട്ട് പറയുന്നത്. വളർത്താടുകളല്ല. വളർത്താടുകളെ കൊണ്ടുവരേണ്ടത് വേറെ രീതിയിലാണ്. അവർക്ക് പ്രത്യേകം വാക്സിനേഷനൊക്കെ എടുത്ത് ക്വാറൻറ്റൈനൊക്കെ ചെയ്ത് യാത്രാ സ്ട്രെസ് ഒഴിവാക്കാനായിട്ടുള്ള മുൻകരുതലുകളൊക്കെ ചെയ്തിട്ടാണ് വളർത്താടുകളെ നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അത് ഇതിൽ കൂടുതൽ വളരെ റിസ്ക്കാണ്. പിന്നെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ പോലീസുകാർ തടയും, അവർക്ക് ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം വണ്ടിക്കാരാണ്, ആ വണ്ടിക്കാരുടെ ഉത്തരവാദിത്തമാണ്. അതെല്ലാം അവർ കൃത്യമായിട്ട് ചെയ്തോളും, നമ്മളൊന്നും അറിയണ്ട. അപ്പോൾ 2 ഡ്രൈവർമാർ ഇവിടെ കിടന്നുറങ്ങാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് വരികയാണ്. ഒരുപാട് ആടുവണ്ടികൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകാറുണ്ട് പല സ്ഥലത്തേക്ക്. നമ്മളിപ്പോൾ 2 വണ്ടിയിലെ മുകളിൽ ആൾ നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ബൈക്കിൽ ആൾക്കാർ പുറകെ വന്നിട്ട് വണ്ടിക്കകത്ത് കയറുകയും ആടുകളെ അതിനെ കാലിന് പിടിച്ച് തൂക്കി താഴേക്ക് ഇട്ട് ആട് മോഷണം നടത്തുന്ന ചില ഏരിയകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അവർ മുകളിൽ തന്നെ കയറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ലോങ് വരുന്നത് കൊണ്ടാണ് നമ്മൾ മുകളിൽ പടുതായൊക്കെ ഇട്ട് മറച്ച് മഴയോ മഞ്ഞോ കാറ്റോ ഒന്നും ഏൽക്കാത്ത രീതിയിൽ ഒരു സംവിധാനം ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പക്ഷേ മറ്റ് ചില സംസ്ഥാനത്തോട് പോകുമ്പോൾ ഓപ്പണായിട്ടാണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ ആൾ കയറി അവർ നിൽക്കും. കാരണം മോഷണം ഒഴിവാക്കാനുണ്ട്. ഒരുപാട് ആട് മോഷണം പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര വെല്ലുവിളിയാണ്. അത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ആട് വരുമ്പോൾ പ്രത്യേകം. കാരണം ടാർപ്പാളയൊക്കെ കീറിയിട്ട് നമ്മൾ കവർ ചെയ്താലും ടാർപ്പാളയൊക്കെ കീറിയിട്ട് അവർ ആടിനെ ഓടുന്ന വണ്ടിയിൽ നിന്നും ആടിനെ അടിച്ചുകൊണ്ട് പോകുന്ന വിദഗ്ധന്മാർ ഇവിടെ ഉണ്ട്. അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. 50 ആട്, 75 ആട്, 30 ആട്, 35 ആട് വരെ മോഷണം പോയിരിക്കുന്ന വണ്ടികളുണ്ട്. നമ്മുടെ ഈ വണ്ടി വരുമ്പോഴും നമ്മുടെ മുന്നിൽ പോയ വണ്ടിയിൽ നിന്നും മോഷണം പോയിരുന്നു. 32 ആടിനെ അവർ മോഷ്ടിച്ചു. കാരണം രാത്രികാലങ്ങളിൽ അധികം ലോങ് യാത്രയാണ്. അപ്പം നമ്മളറിയില്ല, യാത്ര ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉറങ്ങിപ്പോവും. ഡ്രൈവർ വണ്ടി ഓടിക്കുന്നതിന് തിരക്കിലായിരിക്കും. അപ്പോൾ ബാക്കിൽ കൂടെ ആൾ കയറിയിട്ടാണ് ഈ മോഷണം നടത്തുന്നത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ട്രാവലിങ്ങിൽ. ഇപ്പം നമ്മൾ വണ്ടിയുടെ ഇടഭാഗത്ത് ചെറിയ ഡോറുണ്ട്. അപ്പോൾ ഇടവേളകളിൽ വണ്ടി നിർത്തിയിടുമ്പോൾ അവർക്ക് എയർ കയറാൻ വേണ്ടി നമ്മളെ തുറന്നു വെച്ചേക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ ചായ കുടിക്കാനായിട്ട് രാത്രി എത്തി നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. കാർഷികപരമായിട്ട് സമ്പന്നമായ നാടാണ്. ആടുകളും പശുക്കളും എല്ലാം തന്നെ അവർ അഴിച്ചുവിട്ട് വളർത്തുന്ന രീതിയാണ് അവലംബിക്കുന്നത്. വലിയ മുതൽ മുടക്കിലുള്ള പാർപ്പിടങ്ങൾ ഇവിടെ ചെയ്യാറില്ല. നമ്മുടെ നാട്ടിലേക്ക് അപേക്ഷിച്ച് നോക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ആട് വളർത്താൻ ആരംഭിക്കുമ്പോൾ തന്നെ 8 ലക്ഷം 10 ലക്ഷം രൂപ മുടക്കി വലിയ ഹൈടെക് കൂടൊക്കെ നിർമ്മിച്ചിട്ടാണ് ആട് വളർത്തുന്നത്. പക്ഷേ ഇവിടെ ഒന്നുമല്ല. ഇവിടെ തുറസായ സ്ഥലത്ത് അവർ ഓപ്പണായിട്ട് എന്തെങ്കിലും വേലി അടിച്ചിട്ടിട്ട് ഉള്ള വളർത്തു രീതിയാണ്. ആടുകളും പശുക്കളും ഒക്കെ ധാരാളമായിട്ടുണ്ട്. കാർഷികപരമായിട്ട് വളരെ സമ്പന്നമായിട്ടുള്ള ഒരു നാടാണ്.
നമ്മൾ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ ആട് വളർത്തലിലേക്ക് ഇറങ്ങുമ്പോൾ, ആട് വളർത്തുന്ന സംരംഭങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ, നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ വണ്ടിക്കൂലി, ആടിൻ്റെ വില, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമുക്ക് എത്ര രൂപയ്ക്ക് ഇവിടെ വിൽക്കാൻ പറ്റും, അതിൽ നിന്ന് ലാഭം ഉണ്ടോ എന്നൊക്കെ ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് ഇതിനൊക്കെ ഇറങ്ങാവുള്ളൂ. കാരണം ഒരുപാട് പേർക്ക് സാമ്പത്തിക നഷ്ടം വരുത്തി വെച്ച ഒരു സംരംഭമാണ് ഈ ആട് ബിസിനസ്. ആട് വളർത്തലല്ല, ആട് വളർത്തൽ ലാഭകരം തന്നെയാണ്. അതാത് രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ആട് വളർത്തൽ ലാഭകരമാണ്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചും ഒക്കെ ചെയ്യണമെന്ന് മാത്രം. അതാണ് വീണ്ടും വീണ്ടും നമ്മളിത് ഓർമ്മിപ്പിക്കുന്നത്. കൂട്ടത്തോട് ആടുകളെ കൊണ്ടുപോകും. ഓരോ കർഷകരുടെയാണ് അവർ തീറ്റാൻ കൊണ്ടുപോകുന്നത്. രാവിലെ ആടുകളുമായി തീറ്റാൻ പോയിട്ട് വയ്യോളം അവരെ തീറ്റിച്ചിട്ട് തിരികെ കൊണ്ടുവരും. അപ്പോൾ അവർക്ക് തീറ്റ ചിലവില്ല. അതുകൊണ്ട് തന്നെയാണ് വില കുറച്ചിട്ട് ഇവിടെ ആടുകളെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത് തന്നെ. ഒരുപാട് ആടുകൾ ഇവിടെ ഉണ്ട്. കുതിരകളും ഒക്കെ ആയിട്ട് കർഷകർ ഇങ്ങനെ രാവിലെ ഇറങ്ങുന്നതാണ്, വൈകിട്ടാണ് ഇവർ തിരിച്ചില്ലുന്നത്. എന്തായാലും അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തന്നെ. നമ്മുടെ കേരളത്തിൽ അധികം ആരും ഈ ആട് ബിസിനസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരുപാട് വണ്ടികൾ പോകുന്നത്, നൂറുകണക്കിന് വണ്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മുടെ കേരളത്തിലേക്ക് മാസത്തിലെങ്ങാനും ഒരു വണ്ടി പോയാലായി. കാരണം അത്ര കണ്ട് സാധ്യതയുള്ളൊരു ബിസിനസ്സാണ് ഈ ആടിൻ്റെ. മറ്റു പലരും പറയും അന്യസംസ്ഥാന ആടുകൾ മട്ടന് ടേസ്റ്റ് കുറവാണ്, അത് കഴിക്കാൻ കൊള്ളില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ആടുകൾ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇവിടെ നിന്നാണ്, രാജസ്ഥാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് ആഹാരത്തിൻ്റെ ആവശ്യത്തിനായിട്ട് മാത്രം. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ സംരംഭകരില്ല. ആടുവളർത്തൽ സംരംഭകർ വളരെ കുറവാണെന്ന് പറയേണ്ടി വരും. കാരണം നമ്മളെല്ലാവരും മിക്കവാറും വീഡിയോ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ആട് വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന 50 ആടുകളിൽ കൂടുതൽ വളർത്തുന്ന കർഷകർ നമ്മുടെ നാട്ടിൽ കാണാനേ സാധിക്കില്ല. അപൂർവമായിട്ടൊക്കെ 50 ആട് വളർത്തുന്ന ആടുകൾ നമ്മുടെ നാട്ടിലുള്ളൂ. അപ്പോൾ സംരംഭകർ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ മട്ടൻ്റെ ആവശ്യം വളരെ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് ആടുകളെ കൊണ്ടുവന്ന് സംരംഭം നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു സംരംഭം ചെയ്യാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ വളരെ കരുതലോടെയും സൂക്ഷിച്ചും ഒക്കെ അതിനകത്ത് സ്റ്റഡി ചെയ്തിട്ടൊക്കെ, കാരണം ഇങ്ങനെ കൊണ്ടുവന്ന് പ്രവൃത്തി പരിചയമുള്ളവരൊക്കെ ആയിട്ട് ഡിസ്കസൊക്കെ ചെയ്തിട്ട് ഈ ഒരു ബിസിനസ്സിന് തയ്യാറാകുക. ഏകദേശം 3 ദിവസം കഴിഞ്ഞപ്പം തന്നെ ആടുകൾക്ക് അത്യാവശ്യം നല്ല ക്ഷീണം പറ്റി തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടെ നല്ല രീതിയിൽ ആഹാരമൊക്കെ കൊടുത്തിട്ടാണ് നമുക്ക് തൂക്കം എടുത്തിട്ട് ആടുകൾ തരുന്നത്. അപ്പോൾ ഇത്രയും ആടുകൾ മേടിക്കുമ്പോൾ തന്നെ നല്ലൊരു തൂക്കം ഉണ്ടാവും. പക്ഷേ ഒരു 3 ദിവസത്തെ യാത്രയിൽ നമുക്ക് ഒരു ആടിന് ഒരു 3 കിലോ 4 കിലോ ഒക്കെ വെച്ച് ലോസ് വന്നിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ കൊണ്ട് തൂക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. 4 കിലോ ഒക്കെ ലോസ് വരും. അപ്പോൾ എത്ര കിലോ 250 ആട് മേടിക്കുമ്പോൾ എത്ര കിലോ നമുക്ക് ലോസ് വരുമെന്ന് നമ്മൾ മുന്നിൽ കണ്ടോണം. അപ്പോൾ ആ വിലയൊക്കെ നമുക്ക് ലാഭത്തിൽ കൂട്ടി വെച്ചേക്കും. പലരും അങ്ങനെ ലാഭത്തിൽ കൂട്ടി വെക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സംഭവിക്കും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഈ 3 ദിവസത്തെ യാത്രയുടെ ഇടയിൽ ക്യാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട്. 4 ആടുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ലൂസ് മോഷൻ ഉണ്ടായിട്ടുണ്ട്. ചില ആടുകൾക്ക് പനി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തിച്ചിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിക്കകത്തിലുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് പൂർണ്ണമായിട്ടും നമ്മൾ വണ്ടിയിലുണ്ട്. ഇറങ്ങുന്നതും ആടുകൾ കാഷ്വാലിറ്റിയും അസുഖങ്ങളൊക്കെ കണ്ട് നമ്മൾ വരികയാണ്. അപ്പം ഇവരെല്ലാം ഹാപ്പിയാണ്. ഇവരൊക്കെ നല്ല ഡ്രൈവർമാരാണ് കേട്ടോ. എത്രയോ ലോങ് വേണമെങ്കിലും ഇവർ പൊക്കോളും. അപ്പോൾ ബാക്കിൽ ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നല്ല സ്ഥലങ്ങളായതുകൊണ്ട് നമ്മൾ കഴിവതും ഇതെല്ലാം കണ്ട് നമ്മുടെ ക്യാമറയിൽ പകർത്തിയാണ് മുന്നോട്ട് വരുന്നത്. ഇടയ്ക്ക് നല്ല മഴയുണ്ടായിരുന്നു. മഴയത്തൊക്കെ നല്ല കാണാൻ പ്രകൃതിരമണീയമായ സ്ഥലങ്ങളാണ്. മൊത്തം കൃഷിയാണ്, എങ്ങോട്ട് നോക്കിയാലും കൃഷിയാണ്. അപ്പോൾ അങ്ങനെ ഈ ആടുവണ്ടിയിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. കാരണം വീഡിയോ ലെങ്തായി പോവുകയാണ്. കാരണം പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പരസ്യം കണ്ട് പൈസ അയച്ചു കൊടുത്തിട്ട് ആട് വാങ്ങാതിരിക്കുക. കഴിവതും നേരിട്ട് പോയി കണ്ട് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ലോഡ് ഫുള്ളായതിന് ശേഷമേ ഫുള്ള് പൈസ കൊടുക്കാവുള്ളൂ. എപ്പോഴും പ്രവൃത്തി പരിചയമുള്ള ആളെയും അനുഭവ സമ്പത്തുള്ള ആളെയും കൂടെ കൂട്ടാൻ മറക്കരുത്. അപ്പോൾ ഒരുപാട് പേര് പൈസ പോയതുകൊണ്ടാണ് വീണ്ടും നേരത്തെ ഞാൻ ഇതരം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഈ വീഡിയോ ചെയ്തതിൻ്റെ കാരണം അതുകൊണ്ടാണ്. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ്. നല്ല മഴയത്താണ് അടുത്ത ടെൻറ്റിൽ നമ്മൾ എത്തിയത്. ഇവിടെ ആടിനെ ഇറക്കാനുള്ള സംവിധാനം ചെയ്യുകയാണ്. ഏകദേശം നമ്മൾ കേരളത്തിലേക്ക് എത്താറായിട്ടുണ്ട്. ഇവിടെ മറ്റാടുകളൊക്കെ വന്ന് പോയിട്ടുണ്ട്. നല്ല മഴയാണ്. മഴ തോരുമ്പോൾ ഈ ഒരു ടെൻറ്റിലേക്ക് നമ്മളിപ്പോൾ ആടിനെ ഇറക്കി ഇവിടെ തീറ്റയും വെള്ളമൊക്കെ കൊടുക്കും. എല്ലാ ദിവസവും ഇവിടെ ഇറക്കി നമ്മളിപ്പം തീറ്റയും വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ആടുകളൊക്കെ ഏകദേശം നല്ല തണുത്തിട്ട് നിൽക്കുകയാണ്. നല്ല മഴയാണ്. അപ്പോൾ ഈ ക്ലൈമറ്റ് മാറ്റമൊക്കെ ഇവർക്ക് വലിയ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലോട്ട് വരുന്തോറും ഒരു തണുത്ത ക്ലൈമറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പനി ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്.
ആട് വളർത്തലും ആട് സംരംഭമൊക്കെ തുടങ്ങി ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ മലയാളികളായിട്ടുള്ള സുഹൃത്തുക്കളുടെ സാമ്പത്തികം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത വീഡിയോയാണ്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് നൽകണം. അതേപോലെ ആട് വളർത്തുന്നതിനെക്കുറിച്ചും ആട് ബിസിനസ്സിനെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ നമ്മളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വോയിസിൽ കൂടി മെസ്സേജ് അയക്കാനുള്ള സംവിധാനം യൂട്യൂബ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വോയിസിൽ കൂടി നിങ്ങൾക്ക് റിപ്ലൈ തരാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പരമാവധി സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കാർഷികപരമായിട്ടുള്ള വീഡിയോസും ആട് വളർത്തൽ സംരംഭങ്ങളും പശു വളർത്തൽ സംരംഭങ്ങളും ഒക്കെ കാണാനായിട്ട് തുടർന്ന് നിങ്ങൾക്ക് വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഏകദേശം നമ്മുടെ നാട്ടിൽ ഈ ലോഡ് എത്താറായി. 3-4 എണ്ണമൊക്കെ കാഷ്വാലിറ്റി വന്ന് മരിച്ചിട്ടുണ്ട്. വേറെ ആടുകൾക്കൊന്നും വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ ഈ ആടുവണ്ടി വരുന്നത് ഏകദേശം മാർക്കറ്റ് കണ്ടെത്തിയിട്ടുള്ള വരവാണ്. കാറ്ററിംഗുകാർക്കായിട്ടും ഓർഡറും ഒക്കെ ഉണ്ട്. അത് മുൻകൂർ ഉറപ്പിച്ചിട്ട് അവർ ലോഡുമായിട്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് സെയിൽ നടത്തുകയാണ്. സ്ഥിരം സെയിൽ ചെയ്യുന്ന ഒരു കർഷകൻ്റെ തന്നെയാണ് ഈ ആടുവണ്ടി. അവരോടൊപ്പം നമ്മളും യാത്ര ചെയ്തു വരികയാണ്. അപ്പോൾ എന്തായാലും യാത്രയൊക്കെ വളരെ രസകരമാണ്. അതേപോലെ തന്നെ ബുദ്ധിമുട്ടുമുണ്ട്, അറിയാമല്ലോ. അപ്പം ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മറന്ന് ആർക്കെങ്കിലുമൊക്കെ ഗുണപ്രദമാകട്ടെ എന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. കൂടുതൽ ആടിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഒന്ന് കാണാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.